ഹായ് മക്കളെ, ക്രാഫ്റ്റ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ചെയ്യാൻ പോകുന്നത് പോട്ടറി പെയിന്റിംഗ് ആണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന സാധനം 9 ഇഞ്ചാണ് ഇതിന്റെ വലിപ്പം പറഞ്ഞിട്ടുള്ളത്. 9 ഇഞ്ച് ഹൈറ്റ് ഇടാം. വലിപ്പം നമുക്ക് എന്തോരം കൂടിയാലും കുഴപ്പമില്ല. ഹൈറ്റ് 9 ഇഞ്ച്. പിന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു LPയിലും UPക്ക് ചെയ്യുമ്പോൾ നമുക്ക് 6 ഇഞ്ച് 8 ഇഞ്ച് ഹൈറ്റിൽ കിട്ടും. മാക്സിമം 9 ഇഞ്ചാണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ ഇട്ടൊന്ന് പോളിഷ് ചെയ്യണം. ആദ്യം നമ്മൾ 120ന്റെ നല്ല പോളിഷ് പേപ്പർ നമുക്ക് മേടിക്കുന്നുണ്ട്. നോക്കി ഇതിട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം ഒന്ന് ഉരച്ച് ക്ലിയർ ചെയ്യാം. എന്താ അപ്പോൾ നമ്മളിത് പോളിഷൊക്കെ ചെയ്ത് തുടച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മത്സരത്തിന് പോണതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ തന്നെ ഉരച്ച് തുടച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിലൊന്നും മാർക്കിങ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ മത്സരിക്കുന്നതിന് ഇതേപോലെ വൃത്തിയാക്കി കൊണ്ടുപോയിട്ട് അവിടെ തുടങ്ങിയതിന് ശേഷം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റിന് മുമ്പ് നമ്മളൊന്ന് നനച്ച് തുടച്ചാൽ നന്നായിരിക്കും. അതിന് ഇത്തിരി വെള്ളത്തിന്റെ നനവ് കിട്ടിയാൽ നമുക്ക് ബ്രഷ് വേഗം കയറി ഉണങ്ങി പിടിക്കില്ല. അതിൽ പെയിന്റിന് കുറച്ച് ഉണക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. പിന്നെ നമുക്ക് പെയിന്റിങ് ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഒന്നാമത്തിൽ ഒരു സ്കെയിൽ, അതിൽ പേപ്പർ സ്കെയിലാണ് കണ്ടല്ലേ. നമുക്ക് വരയ്ക്കാൻ മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് സെറ്റ് ചെയ്ത് തരണം. പിന്നെ ഒരു വലിയ ബ്രഷ് പെയിന്റിങ് വൈറ്റ് ഫസ്റ്റ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ സാധാരണ നമ്മൾ പെയിന്റ് ചെയ്യാനുള്ള പോയിന്റ് ബ്രഷുകളൊക്കെയാണ്. പിന്നെ ഒരു റൂൾ പെൻസിൽ. അപ്പം നമ്മൾക്ക് ഈ പേപ്പർ സ്കെയിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊണ്ടിരുന്നു. ഇതല്ലെങ്കിൽ നമുക്ക് ഇതില്ലാതെ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ടെക്നിക്ക്. കണ്ടില്ലേ, ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഓരോ തെർമോക്കോളുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് ഒരു റോൾ പെൻസിൽ നമ്മൾ മാർക്ക് ചെയ്യാനുള്ള റോൾ പെൻസിൽ ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ ഈ പൂജ തന്നെ നമുക്കിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അപ്പോൾ പതിയെ തിരിച്ചു കൊടുത്താൽ അവിടെ മാർക്ക് അടയാളം വന്നോളൂ. അപ്പോൾ കറക്റ്റ് കിട്ടും. അത് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തോരം അകലെ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ കട്ട ഓരോന്നും 2 3 മാറ്റി നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഐഡിയ പോലെ ചെയ്യാം. ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നിങ്ങനെ ഊരി ഇടാൻ കണ്ടില്ല, ഇങ്ങനെ ഊരി അടക്കാം. എടുത്തിട്ട് ഓരോ ഹൈറ്റ് കുറച്ച് നമുക്ക് ഈ അടിവരെ മാർക്ക് ചെയ്യാനുള്ള എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ടെക്നിക്കാണ് കേട്ടത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനുള്ള പെയിന്റുകളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതിൽ ആക്രിലിക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് പെയിന്റാണ് കണ്ടില്ലേ. ഇത് 2 കളറാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത്. അത് നമുക്ക് കളർ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ അവിടെ കടകളിൽ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ സെലക്ട് ചെയ്യാം. പിന്നെ സാധാരണ ചെറിയ ഡിസൈൻ ചെയ്യാനുള്ള കളർ. അപ്പൊ നമുക്ക് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കരുതേണ്ട സാധനങ്ങൾ. അത് ഈ പെയിന്റിങ്ങിനുള്ള സാധനങ്ങളാണ്. പെയിന്റ് ബ്രഷ് സാധനങ്ങളൊക്കെ ഇത്ര വേണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പെയിന്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.